തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താനുള്ള CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പാർട്ടിയുടെ അടിത്തട്ടിൽ നടത്തിയ വിശദമായ അവലോകന റിപ്പോർട്ട് 3 ദിവസമായി ചേരുന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചർച്ച ചെയ്യും. സർക്കാരും ഇടതുമുന്നണിയും വരുത്തേണ്ട തിരുത്തലുകൾ പാർട്ടി തീരുമാനിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത തിരിച്ചടി എങ്ങനെ സംഭവിച്ചുവെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിലും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയിലും CPM ചെയ്യുക. തോൽവിക്ക് കാരണം എന്തൊക്കെയെന്ന് ആരാഞ്ഞ് അടുത്തട്ടിൽ നൽകിയ 22 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നേതൃയോഗത്തിൽ വിശദ പരിശോധനയ്ക്ക് വരും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായോ, ഭരണവിരുദ്ധ വികാരം ആഴത്തിൽ സ്വാധീനിച്ചോ, PMC ഉൾപ്പെടെ നയപരമായി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചോ എന്നതടക്കമാണ് പാർട്ടി ചർച്ച ചെയ്യുക. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തതിന്റെ കാരണം, സംഘടനാപരമായ ദൗർബല്യം എത്രയുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാകും. ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ സ്വാധീനം ഉണ്ടാക്കിയില്ല എന്നിങ്ങനെയാണ് പ്രാഥമികമായി പാർട്ടി വിലയിരുത്തിയത്. എന്നാൽ പല ജില്ലാ കമ്മിറ്റികളും ഇക്കാര്യങ്ങൾ തിരിച്ചടിക്ക് കാരണമായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഴത്തിൽ പാർട്ടി നടത്തിയ പരിശോധന സർക്കാരിന്റെയും ഇടത് മുന്നണിയുടെയും തിരുത്തൽ നിർദ്ദേശങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. അതെങ്ങനെ വേണമെന്നുള്ള തീരുമാനമായിരിക്കും CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലേത് തിരിച്ചടിയെന്ന് വിലയിരുത്തുമ്പോഴും മുന്നണി ആകെ തകർന്നിട്ടില്ലെന്നാണ് CPM കണക്കൂട്ടുന്നത്. മുന്നണി അടിത്തറ ഭദ്രമാണ്. ഇപ്പോഴും സർക്കാരിന്റെ തുടർച്ചയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നു. ജനങ്ങൾക്ക് ബോധ്യമാകും വിധം മാറ്റം വരുത്തിയാൽ മതിയെന്നുമാണ് വിലയിരുത്തൽ. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന ആലോചനയാകും CPM നടത്തുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.